എല്ലാ വർഷവും നല്ല ചൂട് കൂടി നിൽക്കുന്ന സമയത്ത് തണ്ണിമത്തൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഇവിടെ ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു സാധനമാണ്. എല്ലായിടവും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പേര് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം. അല്ലെ എവിടെയൊക്കെ ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് നമുക്ക് നോക്കാമല്ലോ. ഞാൻ വാങ്ങിക്കുമ്പോൾ പൊട്ടിയിട്ടില്ലായിരുന്നേ. ഇതിപ്പം എന്താണ് അവസ്ഥ? അപ്പോൾ പഴുത്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഞാൻ ഇന്നലെ വൈകിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണേ. പൊട്ടിയിട്ടില്ലേ? ഇതുണ്ടോ? ഇന്നലെ ഞാൻ വാങ്ങിക്കുമ്പോൾ ഇത് പച്ച കളറായിരുന്നു. ഇപ്പം നല്ല മഞ്ഞ കളറായിട്ടുണ്ട്. നമുക്കിത് പൊതിഞ്ഞു വെക്കാം എന്തായാലും. നാളത്തെ ഇതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം അല്ലേ. അതുകൊണ്ടാണ് ഇതിനൊരു പേരുമുണ്ട്. ഇത് പൊട്ടുവെള്ളരി എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ജ്യൂസൊക്കെ നല്ല എന്താ പറയുക, മധുരം ഇടാതെ കുടിച്ചാൽ മതി. നല്ല റിഫ്രഷ്മെൻ്റ് ഒക്കെ കിട്ടുന്ന നല്ലൊരു സാധനം. നമ്മുടെ കുക്കുമ്പറൊക്കെ ഇല്ല, ആ ഒരു രീതിക്ക് വരുന്നൊരു സാധനമാണ്. പക്ഷെ നല്ല ടേസ്റ്റിയാണ് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കുടിച്ചാൽ. അപ്പോൾ ഇത് ഞാൻ പൊതിഞ്ഞു വെക്കുകയാണ്. നാളത്തെ അവസ്ഥയും കൂടെ കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം അല്ലേ ഇതിൻ്റെ പേര് എങ്ങനെയാണ് വന്നതെന്നുള്ളത്. ഇന്നലെ നമ്മൾ പൊതിഞ്ഞു വെച്ച സാധനം ഇന്ന് എന്തായി പരുവെന്ന് കാണണ്ടേ. ഞാൻ ദേ അത് പൊട്ടിയിട്ടേ ആ പേപ്പർ ഉൾപ്പെടെ പൊട്ടി ഇതായിപ്പോയി. ഇത് കണ്ട, ഇതാണ് ഇതിന് പൊട്ട് വെള്ളരി ഇത് പേര് വന്നേട്ടാ. ഇനി ഈ അരി എടുത്ത് മാറ്റിയിട്ട് ഈ സാധനം നമുക്ക് സ്പൂണിന് ചുരണ്ടി പിന്നെ ഇത് നമുക്ക് വെറുതെ ഇങ്ങനെ നല്ല ചോറിൻ്റെ പോലെ ഇരിക്കുകയാണ്. ചുരണ്ടി കഴിക്കുക. ഇതുണ്ടാവും ഇതേപോലെ എടുത്ത് കഴിക്കാം. പിന്നെ ഇത് ചുരണ്ടിയിട്ട് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ നമ്മുടെ സാധാ പാലോ ഒരിത്തിരി മധുരവും ഏലക്കാപ്പൊടിയും ചേർത്താൽ സൂപ്പർ ടേസ്റ്റാണ്. ഒരു റിഫ്രഷ്മെൻറ്റിന് നല്ല ഡ്രിങ്ക്സാണ്. അപ്പം നോമ്പ് സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ. നമുക്ക് ആ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതൊന്ന് കുടിച്ച് നോക്കിയാൽ മതി. പൊള്ളി സാധനമാണ്. അപ്പോൾ ഇതാണിത് പൊട്ട് വെള്ളരിന്ന് പേര് വരാൻ കാരണം. ഇന്നലെ നമ്മൾ കണ്ട സാധനമല്ല ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് പൊട്ടി മൊത്തവും ഇങ്ങനെ വിതറിപ്പോയി.